മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. 10 മണിയോടെ ബന്ധുക്കൾക്ക് കൈമാറുന്ന മൃതദേഹങ്ങൾ കിഴക്കേതല മദ്രസയിൽ പൊതുദർശനം നടത്തും. വിവരങ്ങളുമായി KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, അതായത് നാടിനെ നടുക്കിയ സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. വാഹനാപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണല്ലേ? അഞ്ജന, പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ കൈമാറും. മതപരമായ ചില ചടങ്ങുകൾ, കഫം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. 4 പേരുടെ മൃതദേഹമാണ് ഞാൻ നിൽക്കുന്ന ഈ മദ്രസയ്ക്കകത്ത് പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിൻ്റെ മൃതദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കരുവാരക്കുണ്ട് സ്വദേശികളായ കരുവാരക്കുണ്ട് അബ്ദുൽ റിയാസിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ തസ്നീമ, മക്കൾ റൈഷ, ഒപ്പം റൈഹ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ പൊതുദർശനത്തിന് വെക്കുന്നത്. സഹോദരി മൊഹ്സിനയുടെ മൃതദേഹവും ഇവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം കരുവാരക്കുണ്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഖബറടക്കമെല്ലാം കരുവാരക്കുണ്ടിലെ പള്ളിയിലാണ് നടക്കുന്നത്. ഉമ്മയുടെ വീടാണ്, ഈ മരിച്ച കുട്ടികളുടെ ഉമ്മയുടെ വീടാണിത്. ഇവിടേക്ക് ഇന്നലെ എത്തിയതായിരുന്നു. അവിടെ നിന്ന് ഒല്ലൂരിലുള്ള വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അബ്ദുൽ മജീദ് ആവട്ടെ ഇന്ന് മകളുടെ നിക്കാഹ് നടക്കുകയായിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങളിലും ഒരുക്കങ്ങളിലുമായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം ഓട്ടോയുമായി സ്റ്റാൻഡിൽ എത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 ഈ ഒരു അപകടം സംഭവിക്കുന്നത്. 3 പേരും സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു. 4 പേർ കൂടി പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ഇതിൽ ഈ മൊഹ്സിനയുടെ 1 വയസ്സായ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അഞ്ജന. സ്വാലി, അതേപോലെ തന്നെ ഇന്നലെ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ടായിരുന്നു. സ്വാലി തന്നെ ഇന്നലെ പറഞ്ഞതാണ് 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവരുടെ ആരോഗ്യ നിലയിൽ പുരോഗതിയുണ്ടോ? എന്താണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്? 4 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 1 വയസ്സായ ഒരു കുട്ടിയുടെ നില മാത്രം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. അപകട നിലയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് 3 പേർക്കും അപകടകരമായ ഒരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും എല്ലാവരും ഇപ്പോഴുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ്. ബന്ധുക്കളെല്ലാം തന്നെ മദ്രസകളിലും മറ്റുമായി എത്തിയിട്ടുണ്ട്. ഈ മദ്രസയിലാണ് പ്രധാനമായി പൊതുദർശനം നടക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ട് ഇടപെട്ടിരുന്നു. ആശുപത്രി നടപടികളെല്ലാം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പള്ളിയിലെ ചില അസൗകര്യങ്ങൾ, ഈ ഖബറിൻ്റെ അത് ഉണ്ടാക്കുന്നതിനുള്ള താമസമൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഇന്നേക്ക് മാറ്റിവെച്ചത്. രാവിലെ 7 മണിയോടെ തന്നെ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുൽ മജീദിൻ്റെ മൃതദേഹം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങളുമായി ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ ഈ മദ്രസയിലേക്ക് എത്തിച്ചേരും. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.